എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജെയിംസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ശീലങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ശക്തമായ ഒന്നാണിത്. നമ്മളെല്ലാവരും ഇത് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരു പുതിയ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നു. തുടക്കത്തിൽ എന്തൊരാവേശമായിരിക്കും, പക്ഷെ കുറച്ചാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തും. എന്നാൽ ഒരു നിമിഷം, ഈ പ്രശ്നം നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ കുറവ് കൊണ്ടല്ലെങ്കിലോ? സാധാരണ നമ്മളെ തന്നെയാണ് കുറ്റപ്പെടുത്താറ്. എനിക്ക് മോട്ടിവേഷനില്ല, എനിക്ക് ഇച്ഛാശക്തിയില്ല എന്നൊക്കെ. പക്ഷെ യഥാർത്ഥ വില്ലൻ അതൊന്നുമല്ല. അതിനെ നമുക്ക് ഫ്രിക്ഷൻ അഥവാ ഒരു തരം പ്രതിബന്ധം എന്ന് വിളിക്കാം. നമ്മളെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുന്ന ഒരു അദൃശ്യമായ മതില് പോലെയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മനുഷ്യ സ്വഭാവത്തിലെ ഒരു അടിസ്ഥാന നിയമത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പുസ്തകത്തിൽ ഇതിനെ വിളിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പ്രയത്നത്തിന്റെ നിയമം അഥവാ ദ ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട് എന്നാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് എനർജി ലാഭിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മെഷീനാണ്. അതുകൊണ്ട് ഒരു പുഴ എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ ഒഴുകിപ്പോകുന്നതുപോലെ നമ്മളും എപ്പോഴും ഏറ്റവും കുറഞ്ഞ പ്രയത്നം ആവശ്യമുള്ള വഴി തെരഞ്ഞെടുക്കും. അപ്പോൾ പോയിന്റ് ഇതാണ്, നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനായി സൂപ്പർ ഹീറോയെപ്പോലെ ഇച്ഛാശക്തി കൂട്ടുകയല്ല വേണ്ടത്. പകരം ആ ശീലം ചെയ്യാനുള്ള വഴിയിലെ തടസ്സങ്ങൾ അങ്ങ് എടുത്തുമാറ്റിയാൽ മതി. അതിനെ എളുപ്പമുള്ള വഴിയാക്കി മാറ്റുക. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആ ഫ്രിക്ഷനെതിരെ മല്ലിട്ട് ജയിക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ നമ്മുടെ വഴിയിൽ നിന്നങ്ങ് എടുത്തുമാറ്റുന്നതാണ്. അതാണ് സ്മാർട്ട് വർക്ക്. അപ്പോ എങ്ങനെയാണ് ഈ ഫ്രിക്ഷൻ കുറയ്ക്കുക? ശരിക്കും പറഞ്ഞാൽ 2 വഴികളുണ്ട്. രണ്ടും ഒരേപോലെ ശക്തമാണ്. ഒന്ന്, നമ്മുടെ നല്ല ശീലങ്ങൾ ചെയ്യാൻ എളുപ്പമുള്ളതാക്കുക. 2, നമ്മുടെ ചീത്ത ശീലങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുക. നല്ല ശീലങ്ങൾ എളുപ്പമാക്കാൻ ചില വഴികൾ നോക്കാം. ഉദാഹരണത്തിന്, നാളെ രാവിലെ ഓടാൻ പോകാനാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഡ്രസ്സും ഷൂസുമൊക്കെ എടുത്തുവെക്കുക. വായിക്കണമെന്നാണെങ്കിൽ പുസ്തകം തലയിണയുടെ എടുത്തുവെക്കുക. ഇതൊക്കെ വളരെ സിമ്പിളായി തോന്നാമെങ്കിലും ഇതിന്റെ ശക്തി ചെറുതല്ല. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം, ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ഫ്രിക്ഷൻ നമ്മൾ ഒഴിവാക്കുകയാണ്. ജസ്റ്റ് ചെയ്യുക, അത്രയുള്ളൂ. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം നോക്കാം. ദുശ്ശീലങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടാക്കാം? രാത്രി ഒരുപാട് ടി.വി. കാണുന്നുണ്ടെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ ടി.വിയുടെ പ്ലഗ് അങ്ങ് ഊരിയിടുക. സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നുണ്ടോ? ആപ്പുകൾ ഫോണിൽ നിന്നു ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരൊറ്റ എക്സ്ട്രാ സ്റ്റെപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ആ ചീത്ത ശീലം ചെയ്യാൻ ഒരു മടി വരും. നമ്മുടെ മടിയൻ തലച്ചോറ് സ്വാഭാവികമായും എളുപ്പമുള്ള മറ്റെന്തെങ്കിലും ചെയ്യാൻ നോക്കും. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷെ ചില കാര്യങ്ങൾ തുടങ്ങാൻ തന്നെ ഒരു മടിയാണെങ്കിലോ? പ്രൊക്രാസ്റ്റിനേഷൻ. തുടങ്ങാൻ പോലും തോന്നാത്തത്ര വലിയ മല പോലെ മുന്നിൽ നിൽക്കുന്ന ജോലികൾ. അതിനുണ്ടൊരു കിടിലൻ ടെക്നിക്ക്. അതാണ് 2 മിനിറ്റ് നിയമം. നിയമം വളരെ ലളിതമാണ്. നിങ്ങളുടെ ഏതൊരു പുതിയ ശീലവും തുടങ്ങാൻ 2 മിനിറ്റിൽ താഴെയേ സമയമെടുക്കാവൂ. അതെ, വെറും 2 മിനിറ്റ്. കാരണം അത്രയും ചെറിയൊരു കാര്യത്തോട് വേണ്ട എന്ന് പറയാനാർക്കും പറ്റില്ല. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വലിയ സ്വപ്നം ഒരു മാരത്തൺ ഓടുക എന്നതാണെന്ന് വെക്കുക. 2 മിനിറ്റ് നിയമം അനുസരിച്ച് നിങ്ങളുടെ പുതിയ ശീലം മാരത്തൺ ഓടുക എന്നതല്ല, 5 കിലോമീറ്റർ ഓടുക എന്നതുമല്ല, 10 മിനിറ്റ് നടക്കുക എന്നതുപോലുമല്ല. നിങ്ങളുടെ ശീലം ഇത്രയേ ഉള്ളൂ: റണ്ണിംഗ് ഷൂസ് എടുത്ത് ധരിക്കുക. അത്രമാത്രം. പ്രശസ്ത കൊറിയോഗ്രാഫറായ ട്വൈല താർപ്പിന്റെ ഒരു കഥയുണ്ട്. അവരുടെ ശീലം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്നതായിരുന്നില്ല. പകരം എല്ലാ ദിവസവും രാവിലെ ജിമ്മിലേക്ക് പോകാനായി ഒരു ടാക്സി വിളിക്കുക എന്നതായിരുന്നു. ആലോചിച്ചു നോക്കൂ, ടാക്സി വീടിന് മുന്നിൽ വന്ന് നിന്നാൽ പിന്നെ ജിമ്മിൽ പോകാതിരിക്കാൻ പറ്റുമോ? ആ ഒരൊറ്റ ചെറിയ പ്രവൃത്തി, ആ ടാക്സി വിളി, അതാണ് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ആ ആദ്യത്തെ 2 മിനിറ്റാണ്. ആ 2 മിനിറ്റിൽ ചെയ്യുന്ന ചെറിയ കാര്യമില്ലേ, അതാണ് ഒരു ഗേറ്റ് തുറന്നു തരുന്നതുപോലെ. അതിനെയാണ് ഗേറ്റ് വേ ഹാബിറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലേക്ക് തള്ളിവിടും. ഇനി നമുക്ക് ഈ കളി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം. വെറുതെ ഒരു പ്രവൃത്തി മാത്രം എളുപ്പമാക്കിയാൽ മതിയോ? പോരാ. നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ എൻവയറമെന്റിനെ തന്നെ വിജയത്തിനു വേണ്ടി ഡിസൈൻ ചെയ്തെടുത്താലോ? ഒരു ഇരയാകുന്നതിനു പകരം നമ്മുടെ ശീലങ്ങളുടെ ശില്പിയാകാം. പുസ്തകത്തിൽ ഓസ്വാൾഡ് നക്കിൾസ് എന്നൊരാളുടെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം സ്വയം വിളിക്കുന്നത് ഒരു മുൻകൂട്ടി മടി കാണിക്കുന്നവൻ എന്നാണ്. കേൾക്കുമ്പോൾ തമാശയായി തോന്നാവല്ലേ? പക്ഷെ സംഭവം സീരിയസ് ആണ്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി: നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ,
ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ആ സ്ഥലം അടുത്ത കാര്യത്തിനു വേണ്ടി ഒരുക്കിവെക്കും. ഉദാഹരണത്തിന് TV കണ്ടു കഴിഞ്ഞാൽ വെറുതെ എഴുന്നേറ്റ് പോവുകയല്ല, റിമോട്ട് അതിന്റെ സ്ഥാനത്ത് വെക്കും, സോഫയിലെ തലയിണകൾ നേരെ വെക്കും, പുതപ്പ് മടക്കി വെക്കും. അപ്പോൾ അടുത്ത തവണ ആ റൂമിലേക്ക് വരുമ്പോൾ ആ സ്ഥലം നമ്മളെ വിശ്രമിക്കാൻ ക്ഷണിക്കുന്നത് പോലെ തോന്നും. അവിടെ ഒരു ഫ്രിക്ഷനുമില്ല. അപ്പോ ഇവിടെ പോയിന്റ് വെറും വൃത്തിയാക്കലല്ല, ഇത് ഭാവിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. നാളത്തെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമുള്ള ഒരു സാഹചര്യം ഇന്നത്തെ നിങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുകയാണ്. ഇതിനെയാണ് നമ്മുടെ ചുറ്റുപാടുകളെ പ്രൈം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ശരിയായ ശീലങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സൂചനകൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടും ബോധപൂർവം വെക്കുകയാണ്. പിന്നീട് ആ സൂചനകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ നല്ല ശീലം ചെയ്യാൻ തുടങ്ങും. ഇനി ഒരു ശീലം എളുപ്പമാക്കാനുള്ള ഏറ്റവും കിടിലൻ, ഏറ്റവും പവർഫുള്ളായ മാർഗം, അതായത് ഒരൊറ്റ തവണ ഒരു തീരുമാനമെടുക്കുക, അത് നിങ്ങളുടെ നല്ല ശീലങ്ങളെ ജീവിതകാലം മുഴുവൻ ഓട്ടോമേറ്റ് ചെയ്യും. എങ്ങനെയാണെന്നല്ലേ? ഇവിടെ കാണുന്ന കാര്യങ്ങൾ നോക്കൂ, ഇതെല്ലാം ഒറ്റ തവണ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ ഗുണം നമുക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഒരു നല്ല മെത്ത വാങ്ങുന്നത് ഒറ്റത്തവണത്തെ കാര്യമാണ്, പക്ഷെ അത് വർഷങ്ങളോളം നിങ്ങൾക്ക് നല്ല ഉറക്കം തരും. ബാങ്കിൽ ഒരു ഓട്ടോമാറ്റിക് സേവിംഗ്സ് ട്രാൻസ്ഫർ സെറ്റ് ചെയ്താൽ എല്ലാ മാസവും നിങ്ങൾ അറിയാതെ തന്നെ പണം സേവാവും. അതായത് ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഒരു നല്ല ശീലം നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. ഇത്തരം ഒറ്റത്തവണ തീരുമാനങ്ങളെയാണ് കമ്മിറ്റ്മെന്റ് ഡിവൈസ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഭാവിയിൽ നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ ഇന്നേ നിങ്ങൾ വെക്കുന്നൊരു പൂട്ടാണിത്. ഇതിന്റെ ഏറ്റവും എക്സ്ട്രീമായൊരു ഉദാഹരണം പറയാം. തന്ത്രജ്ഞനായ റോജർ ഫിഷർ ഒരിക്കൽ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ഒരു പ്രസിഡന്റിന് അണുബോംബ് ഉപയോഗിക്കുന്നത് എങ്ങനെ അസാധ്യമാക്കാം എന്നതിനെക്കുറിച്ച്. അദ്ദേഹത്തിന്റെ ഐഡിയ ഇതായിരുന്നു: അണുബോംബിന്റെ കോഡ് ഒരു ചെറിയ ക്യാപ്സ്യൂളിലാക്കി അത് ഒരു വോളണ്ടിയറുടെ ഹൃദയത്തോട് ചേർത്ത് സർജറി ചെയ്ത് വെക്കുക. ഇനി പ്രസിഡന്റിന് ആ കോഡ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ വോളണ്ടിയറെ സ്വന്തം കൈകൊണ്ട് കൊല്ലണം. ഇത് കേൾക്കുമ്പോൾ ഭയാനകമായി തോന്നാം, പക്ഷെ ഇതിലെ ആശയം വളരെ ശക്തമാണ്. ഒരു ചീത്ത ശീലത്തിന്റെ പ്രത്യാഘാതം വലുതും ഉടൻ സംഭവിക്കുന്നതും വേദനാജനകവുമാക്കിയാൽ ആരും അത് ചെയ്യാൻ ധൈര്യപ്പെടില്ല. അത്ര വലിയൊരു ഫ്രിക്ഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്: നിങ്ങളുടെ ജീവിതം മാറ്റാൻ കൂടുതൽ മോട്ടിവേഷൻ തേടി നടന്നിട്ട് കാര്യമില്ല. പകരം നിങ്ങളുടെ നല്ല ശീലങ്ങളിലേക്കുള്ള വഴിയിലെ തടസ്സങ്ങൾ, ആ ഫ്രിക്ഷൻ കുറയ്ക്കുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ കഴിയുന്ന, നിങ്ങൾ മാറ്റിവെക്കുന്ന ആ ഒരു ചെറിയ കാര്യം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ.